ക്ലാസ് 8 സെക്കൻഡ് ടേം 2023-24 ഗണിതം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും 14ാമത്തെ ക്വസ്റ്റ്യൻസും. ഇതിൻ്റെ പാർട്ട് 1 and 2-ൽ 13 വരെയുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും പാർട്ട് 1-ലും 2-ലും ഉണ്ട്. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പോൾ കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു സമചതുരം എടുത്ത് 4 മൂലകളിലുള്ള സംഖ്യകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. എതിർ മൂലകളിൽ കോണോട് കോൺ വരുന്ന സംഖ്യാ ജോഡികൾ എഴുതുക. സംഖ്യാ ജോഡികൾ. രണ്ടാമത്തെ കോണോട് കോൺ വരുന്ന സംഖ്യാ ജോഡികളുടെ തുകയുടെ വ്യത്യാസം. അപ്പോൾ സംഖ്യാ ജോഡികൾ ആദ്യത്തെ 8ഉം 24ഉം, രണ്ടാമത്തെ 10ഉം 22ഉം. ബി ക്വസ്റ്റ്യൻ, ഈ സംഖ്യാ ജോഡികളുടെ തുക, അതിൻ്റെ വ്യത്യാസം. തുക എന്ന് പറയുമ്പോൾ കൂട്ടുക, അത് 8ഉം 24ഉം കൂട്ടുക. അപ്പോൾ അത് എത്രയാണോ കിട്ടണേ അതിൽ നിന്നും 10ഉം 22ഉം കൂട്ടിയിട്ട് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ -7. അപ്പോൾ 2ഉം 24 8 32 മൈനസ് 22ഉം 10ഉം 32. 32 മൈനസ് 32 0. സി, ഇങ്ങനെയുള്ള ഏത് സമചതുരങ്ങളിലും കോണോട് കോൺ വരുന്ന സംഖ്യാജോഡികളുടെ തുകയുടെ വ്യത്യാസം ഒരേ സംഖ്യ തന്നെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് വിശദീകരിക്കുക. ബീജഗണിതം എന്ന് പറഞ്ഞാൽ തന്നെ അത് ഈ ആദ്യത്തെ ചെറിയ സംഖ്യയ്ക്ക് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ 8 എക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ ഏറ്റവും ചെറുത് 8 അല്ലേ. അപ്പോൾ 8നെ എക്സ് ആയിട്ട് എടുക്കുക. 9 എക്സ് പ്ലസ് 1, 10 എക്സ് പ്ലസ് 2, 15 എക്സ് പ്ലസ് 7, എക്സ് പ്ലസ് 8 16, എക്സ് പ്ലസ് 9 17. പിന്നെ 22 എന്നുള്ളത് എക്സ് 8 അല്ലേ. 14 പ്ലസ് 8, അപ്പം എക്സ് പ്ലസ് 14, എക്സ് പ്ലസ് 15, എക്സ് പ്ലസ് 16 അങ്ങനെ വരും. അങ്ങനെ ഒരു ഇതായിട്ട് എഴുതാം. പിന്നെ അതിൻ്റെ കോണോട് കോൺ വരുന്ന ആ സംഖ്യകൾ കൂട്ടി നോക്കിയിട്ട് അതിനെ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 0 കിട്ടുമെന്നറിയാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന അളവിൽ ചതുർഭുജം ABCD വരയ്ക്കുക. ആദ്യമേ തന്നെ AB 6 സെൻറ്റിമീറ്ററിൽ വരയ്ക്കുക. അതിനുശേഷം എയിൽ നിന്നും കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ ഒരു ആർക്ക് വരയ്ക്കുക. ബിയിൽ നിന്ന് 5 സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരയ്ക്കുക. രണ്ടും ജോയിൻ ചെയ്യുന്നിടത്ത്, കൂട്ടിമുട്ടുന്നിടത്ത് D എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ ABD എന്ന് കിട്ടും. വീണ്ടും 4 സെൻറ്റിമീറ്റർ ബിയിൽ നിന്നും എടുത്ത് കോമ്പസിൽ തന്നെ ഒരു ആർക്ക് വരയ്ക്കുക. പിന്നെ ഡിയിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ എടുത്ത് ഒരു ആർക്ക് വരച്ച് രണ്ടും കൂട്ടിമുട്ടുന്നിടത്ത് C എന്നും മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാം ജോയിൻ ചെയ്താൽ ABCD എന്നുള്ള ചതുർഭുജം കിട്ടും. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കമ്പനി ലാപ്ടോപ്പിൻ്റെ വില വർഷം തോറും 5% വീതം വർദ്ധിപ്പിക്കുന്നു. ലാപ്ടോപ്പിൻ്റെ ഇപ്പോഴത്തെ വില 50,000 രൂപ ആണെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില എന്തായിരിക്കും? 2 വർഷം, ബി ക്വസ്റ്റ്യൻ, 2 വർഷം കഴിഞ്ഞാൽ ലാപ്ടോപ്പിൻ്റെ വില ഇപ്പോഴത്തെ വിലയേക്കാൾ എത്ര വർദ്ധിക്കും? അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വില എന്തായിരിക്കും എന്നാണ് ചോദിക്കണത്. അപ്പോൾ ആൻസർ 1 വർഷം കഴിഞ്ഞാലുള്ള വില 50,000 ആണ് ആ ലാപ്ടോപ്പിൻ്റെ വില. അപ്പോൾ 1 വർഷം കഴിഞ്ഞാൽ P × 1 + R/100 ആണ് വരുന്നത്. അപ്പോൾ 50,000 × 1 + 5/100 105/100 ആണ്. അതായത് 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ് അല്ലേ. അപ്പോൾ LCM 100/100 + 5/100, അതായത് 105/100 105/100. അപ്പോൾ 50,000 × 105/100 എന്ന് പറഞ്ഞാൽ 52,500 രൂപയാണ് 1 വർഷം കഴിഞ്ഞാലുള്ള ലാപ്ടോപ്പിൻ്റെ വില. ഇനി 2 വർഷം കഴിഞ്ഞാലുള്ള വില 50,000 × 1 + 5/100², അതായത് ⁻², 2 വർഷമാണ്. n എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 55,125 രൂപ. ഇനി വിലയിലുണ്ടാകുന്ന വർധനവ് 55,125 മൈനസ് 50,000, 5,125 രൂപയാണ് ആ വില 2 വർഷം കഴിയുമ്പോൾ അതിൻ്റെ വർധനവ്.
17ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആശയം ഉപയോഗിച്ച് താഴെ കൊടുത്തവ പൂർത്തീകരിക്കുക. എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതായത് തന്നിട്ടുണ്ട് ഒരു മോഡൽ. ആ മോഡൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആ മോഡലിലാണ് ഒക്കെ ആക്കണം. താഴെ എ ക്വസ്റ്റ്യൻ 3 പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എക്സിന് പകരം 3 ആണ് അല്ലേ. അപ്പോൾ 3 പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ മുകളിലുള്ള ഇക്വേഷനിൽ എക്സ് മൈനസ് വൈ എന്നല്ലേ. അപ്പോൾ 3 മൈനസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു 3 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ ഒന്നാമത്തെ കിട്ടി. രണ്ടാമത്തെ നോക്കിയാൽ എക്സ് പ്ലസ് 1 സ്ക്വയർ. എക്സ് പ്ലസ് വൈക്ക് പകരം ഇവിടെ 1 ആണ്. 1 സ്ക്വയർ. പിന്നെ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതായത് 1 തന്നെ, വൈക്ക് പകരം 1. ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയാൽ 21 സ്ക്വയർ പ്ലസ് 19 സ്ക്വയർ ഈക്വൽസ് 21 എന്ന് പറഞ്ഞാൽ 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്നാണ്. കണ്ടോ, ഇവിടെ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിന് പകരം 20 പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 20 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽസ് 2 ഇൻറ്റു 20 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അതാണ് അതിൻ്റെ ആൻസർ. 18ാമത്തെ ചുവടെ തന്നിരിക്കുന്ന ഗണിതാശയം വായിച്ച് മനസ്സിലാക്കി തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. അത് മനക്കണക്ക് പോലെ കേട്ടോ. 1 പ്ലസ് 1 ഇൻറ്റു 3 ഈക്വൽസ് 1 മൈനസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. രണ്ടാമത്തെ ലൈനിൽ 2 ഇൻറ്റു 4. അതായത് ഇവിടെ 3 ആണ്. 1 ഇൻറ്റു 3 2 കൂട്ടിയേക്കണം. 1 എക്സ് ആയിട്ട് എടുത്താൽ 3 എന്നുണ്ട് എക്സ് പ്ലസ് 2 ആണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ലൈനിൽ 1, രണ്ടാമത്തെ ലൈനിൽ 2 ഇൻറ്റു 4, മൂന്നാമത്തെ ലൈനിൽ 3 ഇൻറ്റു 5. കണ്ട യെല്ലോ കളറിൽ 1 2 3 4 5 6 അങ്ങനെ എഴുതിയേക്കുന്നതുണ്ടോ. ഇനി രണ്ടാമത്തെ ലൈനിൽ 3 4 5 6 7 8 അങ്ങനെ വരും രണ്ടാം. ഇനി അടുത്തത് 10 ഇൻറ്റു 12. അപ്പോൾ കിട്ടിയില്ലേ, 10 പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ഇനി അടുത്തത് 13. 13 എന്ന് പറയുമ്പോൾ പിന്നത്തെ റെഡിൽ ഇട്ടേണുണ്ടോ 15 ആയിരിക്കും. 13 ഇൻറ്റു 2 കൂട്ടി 15 ഈക്വൽസ് 13 പ്ലസ് 1 സ്ക്വയർ മൈനസ് 1. അതേപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2.